ഒരു അമ്മയുണ്ട്. അമ്മയുടെ പേരെന്താ? വസന്ത. എവിടുന്നാ വരുന്നേ? കൊല്ലം. അവിടെയാണ് ക്യാമറ. കൊല്ലത്തുനിന്നാണ് വരുന്നത്. എത്ര വർഷം പൊങ്കാല ഇടുന്നു? കൊറേ കാലം കൊണ്ട്. കൊറേ കാലായി. ഈ വെയിൽ നല്ല വെയിലാണല്ലേ, അതാണ് ഈ ഇതൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഒന്നും അഴിക്കണ്ട, നല്ല ചൂടാണ്. പിന്നെ സുഖം? ഞാൻ 7 വയസ്സ് മുതൽ 7 വയസ്സ് മുതൽ ഇടുവാ. ഇപ്പൊ എത്ര വയസ്സായി? 62 വയസ്സ്. 62 വയസ്സൊന്നും തോന്നുന്നില്ല. ഒറ്റയ്ക്ക് കൊല്ലം മുഖത്തലയിന്ന് വരുക. ഒറ്റയ്ക്ക് ട്രെയിനകത്ത് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്മേരെ മണ്ണി വന്നു. നീ എവിടെങ്കിലും അമ്മ ഒരു പിടി മണ്ണ് എനിക്ക് തരും പൊങ്കാലയുടെ. എല്ലാ വർഷവും വരും. എന്റെ ഹാർട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്ത് അമ്മ മാറ്റി തന്നു. എനിക്ക് ഒരുപാട് സഹായം അമ്മയ്ക്ക് നിന്ന് എനിക്ക് പൊങ്കാല ഇട്ട് കിട്ടി. അതാ വയ്യെങ്കിലും ഞാൻ കായില്ലെങ്കിലും വരുന്നത്. എല്ലാ വർഷവും വരും. ഇനിയും വരണേന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാരും അനുഗ്രഹം എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു. എല്ലാ വർഷവും ഇനി വരാൻ പറ്റും കേട്ടോ. അമ്മയ്ക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. അനുഗ്രഹം എനിക്ക് കിട്ടട്ടെ. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. ഒരു പ്രശ്നം ഒരുപാടുണ്ടായി ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം. എന്റെ കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് ചെയ്തില്ല. ഇതേ ചെയ്തോളൂ, കണ്ട അത്രേ ചെയ്തോളൂ. എന്നെ അമ്മ എന്നെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചു. ഇനി എല്ലാ വർഷവും അമ്മയ്ക്ക് വരാൻ പറ്റും കേട്ടോ. സന്തോഷമായിട്ടിരിക്കണം. എവിടെങ്കിലും ഒക്കെ പൊങ്കാല ഇടാൻ പറ്റും. കരയൊന്നും ചെയ്യാം കേട്ടോ. എല്ലാരും പോകും. ശബരിമല പോയി, പളനി പോയി, മെനിഞ്ഞാന്ന് ഗുരുവായൂർ പോയി, ഇന്നലെ രാത്രിയിലാ വന്ന്. എല്ലാരും പോകും. അമ്മ ഓക്കെ. അപ്പൊ അമ്മ സന്തോഷമായിട്ട് എവിടെങ്കിലും പോയി പൊങ്കാല ഇടൂ. എന്നിട്ട് നന്നായിട്ട് സന്തോഷമായിട്ട് പോണം കേട്ടോ. ഓക്കെ, ശരി. TV കാണിക്കണേ മോളെ. അപ്പൊ അതാണ് നമ്മളോട് ഒരു അമ്മ സംസാരിച്ചത്. അവർ ഭയങ്കര സങ്കടത്തിലാണ്. സങ്കടമല്ല, അത് ശരിക്കും സന്തോഷമാണ്. കാരണം അവർക്കൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ ആ അസുഖമൊക്കെ ആറ്റുകാലമ്മ മാറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ഒരു വിശ്വാസം, ആ ഒരു പ്രാർത്ഥന തന്നെയാണ് വീണ്ടും 7 വയസ്സ് മുതൽ പൊങ്കാലയിടുന്ന ഒരു അമ്മയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട്. കാരണം നമ്മൾ ഇന്നലെയൊക്കെ രാവിലെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഈ മുൻപിൽ നിൽക്കുമ്പോൾ കണ്ണ് നിറഞ്ഞല്ലാതെ അമ്മയെ ഭക്തർ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അമ്മമാരോടാണല്ലോ പറയുക. അതേപോലെ തന്നെ ആറ്റുകാൽ അമ്മയോട് സങ്കടം പറയുന്ന, സന്തോഷം പറയുന്ന ആളുകളെയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം വലിയ തിരക്കാണ്. എപ്പോഴും ഇതാ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അമ്മയ്ക്ക് പോലും എവിടെയാണ് പൊങ്കാല ഇടേണ്ടതെന്ന് അറിയില്ല, ഒരു സ്ഥലം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലത്തിനായി നടക്കുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോഴും സ്ഥലം കിട്ടി, എല്ലാം റെഡിയായി, ഇനി പൊങ്കാല ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകളെ കാണാം. അതേസമയത്ത് നല്ല ചൂടുണ്ട്. ആ ചൂടിനെ അതിജീവിക്കാൻ കുട പിടിച്ചിരിക്കുകയാണ്, വെള്ളം കുടിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇനി അങ്ങോട്ട് സമയം കൂടുന്നതനുസരിച്ച് വെയിൽ കൂടാനും വെയിലിന്റെ ശക്തി കൂടാനുമേ സാധ്യതയുള്ളൂ. ഇത് നമുക്ക് നല്ല സുന്ദരി കുഞ്ഞുങ്ങളെ കാണാം. ഇവരിതാ താലപ്പൊലിയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണോ? എന്താ ഇത്ര നാളെ എവിടേക്കാ പോകുന്നേ? ക്യാമറ നോക്കി സംസാരിച്ചേ. എന്താ പേര്? ആരെങ്ങനെ ഒരുക്കിയേ? അമ്മയാണോ? നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ. അനുഗ്രഹം എത്രയിലാ പഠിക്കുന്നേ? അനുഗ്രഹിക്ക് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം കിട്ടിയോ? കിട്ടിയോ? ഇല്ലേ? എന്താ പ്രാർത്ഥിച്ചേ? എന്തു അനുഗ്രഹിക്ക് ഭയങ്കര നാണമാണ് അല്ലേ? ഇതാരാ? ഈ ഫ്രണ്ടാണോ ഇത്? ആണോ? ഫ്രണ്ടിന്റെ പേരെന്താ? അനാമിക എത്രയിലാ പഠിക്കുന്നേ? 3. അനാമികക്ക് എത്ര നാണോ ഇല്ലല്ലോ അനുഗ്രഹയുടെ അത്ര. എന്താ പ്രാർത്ഥിച്ച അമ്മയോട്? അറിയില്ല, അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചില്ല അല്ലേ? എല്ലാരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചല്ലേ? എന്നിട്ട് ഓക്കെ, എല്ലാരും സുഖമായിക്കോളെന്ന് പറഞ്ഞോ? ആണോ? താലപ്പൊലിയൊക്കെ എടുത്തോ? ഭക്ഷണം കഴിച്ചോ? ക്ഷീണമുണ്ടോ? ഇന്നലെ ഉറങ്ങിയായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ അമ്മയാണോ കൂടെ ഉള്ളത്? ആരാ ഒരുക്കിയ ഇങ്ങനെ? അപ്പച്ചി. സുന്ദരിയായിരിക്കുന്നോ? ചേച്ചിക്ക് തോന്നിയിട്ട് സുന്ദരിയായിരുന്നോ തോന്നിയേ? ഓക്കെ. എവിടുന്നാ വരുന്നേ? കല്ലൂര്. എല്ലാരും എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. താലപ്പൊലിയൊക്കെ കഴിഞ്ഞു? താലപ്പൊലി കഴിഞ്ഞു. പ്രാർത്ഥിച്ചു, തൊഴുതു. ഓക്കെ. അപ്പൊ നടക്കട്ടെ. എവിടെ പൊങ്കാലിടുന്നേ? ഇവിടെ എടുത്താ? ശരി. അപ്പൊ നമ്മൾ നേരത്തെ ഇങ്ങനെ കുറെ കുഞ്ഞുങ്ങളെ കണ്ടതാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൽ താലപ്പൊലി എടുത്ത് തിരിച്ചു വരികയാണ്. എന്തായാലും തിരക്ക് അത് വലിയ തരത്തിൽ തുടരുക തന്നെയാണ്. ഇവിടെ ഇനി എന്തായാലും അടുപ്പ് വെട്ടിനായുള്ള കാത്തിരിപ്പാണ്. 10:15 അടുപ്പ് വെട്ടും.